പിടിച്ചേ. നന്ദിനി, നീ ഇങ്ങനെ ഇവിടെ വന്നത്? നന്ദിനി, നിനക്ക് എന്താ പറ്റിയത്? അവര് അന്ന് വീട്ടിലെ AC നന്നാക്കാൻ വന്നവര് ഇവിടെ മുറിയിലുണ്ടായിരുന്നു. അവരെന്നെ എടി നിർത്തടി. അല്ല, നീ ആരാ? പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ നിന്നെ തട്ടിക്കൊണ്ടു പോവാൻ നിനക്കെന്ത് വലിപ്പടി? പിച്ച കാശിന് വകയില്ലാത്ത നിന്നെ പോലെ ഒരുത്തി കൊണ്ടുപോയിട്ട് ഏത് കൊള്ളക്കാർക്കടി നേട്ടം? മാഡം, ഞാൻ പറയുന്ന സത്യോ. നീ മിണ്ടിപ്പോരുത്. നിന്നെയൊക്കെ കെട്ടിയൊരുക്കി ഇങ്ങോട്ട് വിട്ടത് ദേ ഈ മനുഷ്യന്റെ പിടിപ്പ് കേടാ. ഇനി നീ ആ വീട് വിട്ട് പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം. പത്മ, നന്ദിനി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാൻ. ഭ്രാന്തുണ്ടോ നിങ്ങൾക്ക്? ഇവളെ പോലെ ഒരുത്തിയെ വിശ്വസിക്കുന്നതിനേക്കാളും വലിയ മണ്ടത്തരം വേറെ ഉണ്ടോ മനുഷ്യ? ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചോ, സൂര്യയുടെ നന്മയ്ക്കെന്നും പറഞ്ഞ് അവന്റെ തലയിൽ ഇവളെ നിങ്ങൾ കെട്ടിവെച്ചിരിക്കല്ലേ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് അവന്റെ നാശം. അത് ഒടുവിലൊരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തം മകനെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റിയത് നിങ്ങൾ മാത്രം. ഈ നിമിഷം തിരിച്ചെത്തിക്കൊള്ളണമല്ല, അല്ലാതെ ഇനി എന്റെ വാക്കിന് ഒരു എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. അച്ഛന്റെ ഭാഗത്തു നിന്നായാലും അത് മകന്റെ ഭാഗത്തു നിന്നായാലും ശരി. വാ അങ്ങോട്ട്.